ഹായ് ഫ്രണ്ട്സ്, ജുനൈദ് വിത്ത് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എസ് ക്രോസ് ആണ്. 2015 മോഡൽ മാരുതിയുടെ ഒരു അടിപൊളി ഫുൾ ഓപ്ഷൻ വാഹനമാണ്. വാഹനത്തിന്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപകാരമാകുന്ന ഒരു ചാനലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ പറയാൻ എസ് ക്രോസ് എന്ന വാഹനമാണ്. 2015 മുതൽ മാരുതിയിൽ ഇറങ്ങിയിരുന്ന ഒരു വാഹനമാണ്. എസ് ക്രോസിന്റെ പഴയ മോഡലിൽ വരുന്ന ഒരു വണ്ടിയാണ്. 2015 മോഡലാണ്. നിലവിൽ ഇപ്പോൾ തേർഡ് ഓണർഷിപ്പാണ് വണ്ടി വന്നിട്ടുള്ളത്. ഡീസലാണ്. ആൽഫ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാട്ടോ അത്. അന്ന് പ്രൊജക്ട് ഹെഡ്ലാമ്പ് കാര്യങ്ങളൊന്നും ആൽഫയിൽ വന്നിട്ടില്ല. അന്ന് ഇറങ്ങിയ സമയത്തുള്ള വണ്ടിയാണ്. വൈറ്റ് കളറിൽ വരുന്ന മേജറായിട്ട് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കാത്ത ഒരു അടിപൊളി വണ്ടിയാണ്. പിന്നെ KL 49 രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ടയർ നോക്കുകയാണെങ്കിൽ അലോവിയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 80-90% ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ സൈഡ് മിറർ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇത് ഫോൾഡബിൾ കൂടിയാണ്. പിന്നെ ചെറിയ റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം സൈഡിൽ വരുന്നുണ്ട്. പിന്നെ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഡെന്റിങ്ങും കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ഇല്ല. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ 15 വണ്ടിയിൽ ഏകദേശം ഒരു 9 വർഷം പഴക്കം അതിൻ്റെതായ ചില കുറവുകളുണ്ടെന്ന് വെച്ചാൽ വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. പുറകിലെ ടയറും അത്യാവശ്യം നന്നായിട്ട് ഓടാനുണ്ട്. അലോവിയിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ വൈപ്പർ വരുന്നുണ്ട്. ഡീഫോഗറൊക്കെ പുറകിൽ വരുന്നുണ്ട്. അതേപോലെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. നമുക്ക് വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ സ്പേസ് അത്യാവശ്യം നല്ല സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ സ്റ്റെപ്പിന്റെ ഭാഗം നോക്കാൻ സ്റ്റെപ്പിന് ഫുൾ കട്ട ടയറാണ്. വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ധൈര്യമായിട്ട് നമുക്കൊരു ഫാമിലി യൂസേജിന് പറ്റിയ വണ്ടിയാണ്. പിന്നെ ഒരു പാർസൽ ട്രേ കാര്യങ്ങളെല്ലാം വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ അതോടെ ഇങ്ങനെ ചെറിയൊരു നിളക്കം വന്നിട്ടുണ്ട്, ചെറിയൊരു ഡെന്റിങ്, അത്രേ ഉള്ളൂ. വല്ല കാര്യമായിട്ട് കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നുമില്ല. 4 ടയറും അല്ല 5 ടയറും അത്യാവശ്യം ഓടാണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പമുള്ള ലെഗ് റൂം വരുന്നുണ്ട്. പുറകിലേക്ക് AC കാര്യങ്ങളൊക്കെ പക്കായിട്ട് വരുന്നുണ്ട്. 3 ആൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റ് കാര്യങ്ങൾ, ആംറസ്റ്റ്, പാർസൽ ട്രാക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിലേക്കാണെങ്കിൽ പവറിൻ്റെ ബട്ടൺ, ഫോൾഡബിൾ സൈഡ് മിറർ, കൺട്രോൾ യൂണിറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ്, ബട്ടൺ സ്റ്റാർട്ട്, മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന വണ്ടിയാണ്. ഡീസലാണ്. എനിക്ക് തോന്നുന്നു ഒരു 20 കിലോമീറ്ററിൻ്റെ മുകളിൽ ബലാനോൻ്റെ ആ റേഞ്ച് തന്നെ മൈലേജ് കിട്ടാവുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള ഹൈറ്റൊക്കെ ഉള്ള ഒരു അടിപൊളി വണ്ടിയാണ് എസ് ക്രോസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം മലപ്പുറത്ത് വന്നോളി. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയാം, മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ 3 കിലോമീറ്റർ വന്നാലും മച്ചിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥാപനം വരുന്നത്. ഡിലക്സ് മോട്ടോഴ്സ് ആണ്. അവിടെയാണ് ഈ വണ്ടി ഉള്ളത്. ഒന്നുകൂടി പറയാം, 2015 മോഡല് തേർഡ് ഓണർഷിപ്പിൽ 1,30,000 കിലോമീറ്റർ ഓടിയ, മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡ് എഫക്റ്റോ ഒന്നും ഇല്ലാത്ത നല്ലൊരു എസ് ക്രോസ് ആണ് പരിചയപ്പെടുന്നത്. ഡീസലാണ്. ആൽഫ ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ബാങ്ക് ലോൺ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും മറ്റ് ഡീറ്റെയിലൊക്കെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത്രയും നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി മാറ്റിവെച്ചതിന് എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.